ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ടൊരു അലുവ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഏത്തപ്പഴമൊക്കെ പഴുത്ത് അധികമായി പോയാലേ ദൂരോട്ട് കളയേണ്ട കാര്യമില്ല. നമുക്കത് ഒരു അലുവ ഉണ്ടാക്കാം. ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് പാല് ചേർത്തത് അടിക്കാം. പിന്നെ നമുക്കൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കാം. ശർക്കര പാനിയാക്കാൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് വേണം, ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചുള്ളൂ. നമുക്ക് കുറച്ച് പഴം കൊണ്ട് അടിക്കാനുണ്ട്, പഠിച്ചതെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പാനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഏത്തപ്പഴത്തിനകത്ത് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കരപ്പാനി ഇതിലൊഴിച്ചു. ഇനി നല്ലപോലെ ശർക്കരപ്പാനി ഇതുകൊണ്ട് പഴം നല്ലപോലെ വെന്ത് വന്നപ്പം ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി ഇത് പറ്റിച്ചെടുക്കണം. അപ്പം നമുക്ക് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം കുറി വന്നപ്പോൾ നമ്മൾ കശുവണ്ടി ഇട്ട് കൊടുത്തു. വീണ്ടും ഇളക്കാം. നന്നായിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ആകാറായിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ആകാറായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ടംബ്ലറിലോട്ട് മാറ്റി കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ടംബ്ലറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴമൊക്കെ പഴുത്തധികമായാൽ കളയാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ടംബ്ലറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴമൊക്കെ പഴുത്തധികമായാൽ കളയാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ടംബ്ലറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴമൊക്കെ പഴുത്തധികമായാൽ കളയാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഓക്കെ ഗൈസ്, തണുക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഏത്തയ്ക്ക ഹൽവ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അന്നേരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.